ಯಾರು ಏನು ಮಾಡುವರು ನನಗೇನು ಕೇಡು ಮಾಡುವರು ಸತ್ಯದ ಹಾದಿಯಲ್ಲಿರುವಾಗ ಧರ್ಮವೇ ರಕ್ಷಿಸುತ್ತಿರುವಾಗ ಈ ನಾಡಿಗೆ ನಾಡೇ ಹಿಂದಿದುವಾಗ ಕನ್ನಡ ನನ್ನುಸಿರಾಗಿರುವಾಗ എന്താണത്? ഏതാ ഈ ഭ്രാന്തൻ? റോഡ് അവന്റെ കുടുംബസ്വത്താന്നാ വിചാരം. നീ ഹോൺ അടിക്ക്, നമുക്ക് പോവാ. നിനക്കറിയാഞ്ഞിട്ടാ റോഡിലൂടെ പോകുന്ന പോത്തിന് ഹോണടിച്ച് അത് വഴിമാറും. പക്ഷെ ഈ പോത്ത് വഴിമാറില്ല. ഇവൻ ആദ്യം പോയി അവിടെ ഇടിക്കട്ടെ, എന്നിട്ട് നമുക്ക് പിന്നെ പോവാം. പേടിക്കാണ്ട് ഹോൺ അടിക്കടാ. അതൊന്നും അടിക്കാൻ പറ്റില്ല. നിന്നോട് പറഞ്ഞു ഹോൺ അടിക്കടാ. പറ്റില്ലെന്ന് പറഞ്ഞില്ല. എങ്കിൽ ഞാൻ അടിക്കാം. എന്താടാ ഹോൺ അടിക്കാൻ മാത്രം ധൈര്യമോ നിനക്ക്? പോട്ടെ പോട്ടെ പോട്ടെ, വിട്ടോ വിട്ടോ വിട്ടോ, നിങ്ങൾക്കുള്ള പണി ഞാൻ തന്നോളാം. ആ മെയിൻ റോഡിലൊക്കെ സൂക്ഷിച്ചു പോണേ ചേട്ടന്മാരെ. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഹലോ ഹലോ, തഹസിൽദാർ സാറല്ലേ സംസാരിക്കുന്നത്? സാറിന്റെ ഭാര്യക്ക് എന്ത് പറ്റിയെന്ന് പറയണോ? ദേ തിരിച്ചു വിളിച്ചു. ഹലോ, സോറി സാർ, ഇതിൽ ബാലൻസ് തീർന്നു. എന്റെ ഭാര്യക്ക് എന്ത് പറ്റിയെന്ന് പറയണോ? അല്ല, സാറിന്റെ വൈഫിനെ ഞാൻ മാർക്കറ്റ് വെച്ച് കണ്ടിരുന്നു. പുള്ളിക്കാരി നമ്പർ തന്നെ. താൻ ആരാടോ? തനിക്ക് എന്തോ വേണ്ടേ? സാറേ, ഏതോ മണൽ മാഫിയക്കാര് ആറ്റുമണൽ മുഴുവൻ ട്രാക്ടർ കയറ്റി എങ്ങോട്ടോ കൊണ്ടുപോയി വിൽക്കാൻ പോവാ സാറേ. സാർ ഒന്ന് നോക്ക്. ഇവന്മാരെ ഒരിക്കലും വെറുതെ വിടാൻ പാടില്ല സാറേ. ഇവന്മാരിങ്ങനെ മണലൂറ്റിയ നാളെ നമ്മൾ കുടിവെള്ളത്തിന് കഷ്ടപ്പെടില്ലേ? നാളെ എന്റെയും സാറിന്റെയും മക്കളും പേരമക്കളും കുടിവെള്ളത്തിന് വേണ്ടി കിലോമീറ്ററുകളോളം നടക്കേണ്ടി വരില്ല സാറേ. അതിന് ഞാൻ എന്തോടോ വേണ്ടേ? അതെ സാറേ, നമ്മുടെ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ ആക്ഷൻ എടുക്കണം. ശരി, ഞാൻ വേണ്ട ചെയ്യാം. ഫോൺ വെക്കണോ? സാർ സാർ സാർ, ഒരു കംപ്ലൈന്റ് കൂടി പറയാനുണ്ട്. ആദ്യം ഇത് കഴിയട്ടോ. ആ ഹോൺ അടിച്ചവന്മാരുടെ കഥ തദാങ്ക് തിദിങ്ക് തദാങ്ക് തിദിങ്ക് ഗോവിന്ദ. എടോ, നിങ്ങളോട് എത്ര തവണ പറഞ്ഞതാ അതുവഴി വണ്ടിയും കൊണ്ട് പോകാൻ പാടില്ലെന്ന്? സാറേ, അത് എന്തുവാണോ നിന്ന് പരിങ്ങുന്നത്? 25,000 രൂപ ഫൈൻ അടച്ചിട്ട് വണ്ടി എടുത്തോണ്ട് പോയി. വണ്ടി മേടിച്ചിട്ട് കുറെ വർഷമായില്ല, ഇനിയും നീ ലോൺ അടച്ചില്ല. ഇതിനൊക്കെ കാരണം നീയാ. നിന്നോടല്ലേ ഹോൺ അടിക്കരുതെന്ന് പറഞ്ഞത്. എന്റെ 25,000 പോയി. ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എവിടെയാ? താങ്ക്സ്. ഹലോ, കാലത്ത് പൗഡറൊക്കെ ഇട്ട് മണവാളം ചമഞ്ഞങ്ങ് നിന്നോളും. ഏല കഴുകണമെന്ന് അറിയില്ല മാഷേ. പോത്ത് പോലെ വളർന്നില്ലേ? ഇനിയെങ്കിൽ അവനവൻ കഴിക്കുന്ന പാത്രങ്ങൾ ഇലകൾ അവനവൻ തന്നെ കഴുകാൻ പഠിക്കണം. വിളമ്പ് വിളമ്പ് വിളമ്പ്. ഇനി ദേ ഈ കുഴിയിൽ സാമ്പാർ ഒഴിക്കേ. അതന്നെ അതന്നെ, അങ്ങനെ തന്നെ. അതെ, എന്ത് സാമ്പാർ ഇത്? PT ഉഷയെക്കാളും സ്പീഡിലാണ് ഓടുന്നത്. എന്താ ഇതിന്റെ പേര്? കരുവേപ്പില സാമ്പാർ. ഇപ്പോഴത്തെ സിനിമയിലെ നായകന്മാരുടെ ഡ്രസ്സിന്റെ നീളം കുറഞ്ഞു വരുന്ന പോലെ ഇയാളുടെ സാമ്പാറിൽ ഓരോന്നും കുറഞ്ഞോണ്ട് വരികയാണല്ലോ. എടുത്തോണ്ട് പോ, എനിക്ക് വേണ്ട. എടാ മോനെ, ഇത്രയൊക്കെ ഉണ്ടാക്കുവാൻ ഈ അച്ഛൻ പെടുന്ന കഷ്ടം നിനക്ക് വല്ലതും അറിയാവോടാ? നിന്റെ തല കണ്ട അന്ന് തന്നെ നിന്റെ അമ്മ മേളിലോട്ട് പോയി. അതിനുശേഷം ഞാൻ എന്തുമാത്രം കഷ്ടം. ഇയാളോട് ആരാ കഷ്ടപ്പെടാൻ പറഞ്ഞേ? വേറൊരു പെണ്ണ് കെട്ടിക്കൂടായിരുന്നോ? എന്നാലെങ്കിലും എനിക്ക് നല്ല ഭക്ഷണം കിട്ടുമായിരുന്നു. എന്തോന്ന്? പെണ്ണ് കെട്ടാനോ? അതേന്ന്. മുത്തുകൃഷ്ണ, നിനക്ക് പെണ്ണിന് ഇഷ്ടമായോ? വിശന്നിരിക്കുന്നവന് ബിരിയാണി കൊടുത്താ വേണ്ടാന്ന് പറയൂ. എടാ, ഇപ്പൊ തന്നെ നിനക്ക് നിന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് ശരിക്ക് കിട്ടുന്നുണ്ട്. ഇനി ചിറ്റയും വന്നു വെച്ചോ, നിന്റെ കാര്യം കട്ടപ്പോക. ഇവരെ കണ്ടിട്ട് രാക്ഷസിയെ പോലെയുണ്ട്. എനിക്ക് പേടിയാവുന്നു. ഇവർ അച്ഛനെയും എന്നെ കൊല്ലും. ഇവര് വേണ്ടച്ചാ, വേണ്ട, അയ്യോ വേണ്ട. ഇപ്പൊ പറയടാ, അന്ന് എന്റെ രണ്ടാം കെട്ട് കലക്കിയതാരാ? അന്ന് ഞാൻ കൊച്ചു ചേർക്കണില്ല, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. ഇയാളുടെ പുത്തി അന്ന് എവിടെ പോയി? എന്റെ ഒരു കളിപ്പാടം നിന്നിട്ട് കെട്ടിക്കൂടായിരുന്നോ? അന്ന് ഞാൻ ഏതെങ്കിലും ഒരുത്തിയെ കെട്ടിക്കൊണ്ട് വന്നിരുന്നെങ്കിൽ നീ ഇപ്പൊ ഉണങ്ങി മുരിങ്ങക്കോല് പോലെ ആയനെ. അയ്യടാ, ഒരു മുരിങ്ങക്കോല്. ഇതിലും ഭേദം അത് തന്നെയായിരുന്നു. ഒരച്ഛനും ഒരു സാമ്പാറും.